നമുക്കിപ്പം സെയിലിൻ്റെ ഒരു ചാർട്ട് പാറ്റേൺ നോക്കാം. അതായത് ഒരു വീക്ക്ലി ടൈം ഫ്രെയിമാണ്, അതായത് ലോങ് ടൈം വ്യൂ ആണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഒരു ചാർട്ട് കുഴപ്പമില്ല. നമുക്ക് ഇവിടുന്ന് ഒരു 2007 തോന്നുന്നു, 2007 മുതലൊരു ഡൗൺ ട്രെൻഡിലാണ്. എത്രയും സിമ്പിളാക്കി നോക്കാവോ അത്ര സിമ്പിളായിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം ഈ ഒരു ട്രെൻഡ് ലൈൻ നമുക്കിവിടെ ഇങ്ങനൊരു ട്രെൻഡ് ലൈൻ നമുക്ക് വരയ്ക്കാം. ട്രെൻഡ് ലൈൻ ആണെങ്കിൽ ബ്രേക്ക് ആയിട്ടുണ്ട്, അത് തിരിച്ച് ബ്രേക്ക് ഔട്ടായിട്ട് ഒരു സപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു സപ്പോർട്ടായിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ താഴേക്ക് പോകാനുള്ള ചാൻസ് കുറവാണ്. നമുക്കൊരു റീടെസ്റ്റ് നടന്നുണ്ട്, ഈ ബ്രേക്ക് ഔട്ട് നടന്നു, പിന്നെ ഒരു റീടെസ്റ്റ് നടന്നുകൊണ്ട് നമുക്കത് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മളിങ്ങനൊരു ലൈൻ വരയ്ക്കുന്നു, അതിന് ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ ഒരെണ്ണം വരയ്ക്കുന്നു. അപ്പം ഇപ്പം ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ വേറെ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അത് ഫ്യൂച്ചറിൽ റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ഒരു സപ്പോർട്ടായിട്ട് എടുക്കാം എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. അതാണ് ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഒരു സംഭവം. ഹിസ്റ്ററി എപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അപ്പം ഇവിടുന്ന് ചെറിയൊരു ബ്രേക്ക് ഔട്ട് പോലെ തന്നിട്ടുണ്ട്. ഇതൊരു നല്ലൊരു എൻട്രി പോയിൻ്റ് ആയിരുന്നു. ഇവിടെ നമുക്ക് റിവേഴ്സിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് എൻട്രി പോയിൻ്റ് എടുക്കാം. എൻട്രി പോയിൻ്റ് ആയിട്ട് നമുക്ക് എൻട്രി എടുക്കാം. പിന്നെ ഇവിടെ ലോങ് ഓൾ ടൈം ഹൈ കിടപ്പുണ്ട്, അത് ഒന്ന് ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്ക് അടുത്തൊരു എൻട്രി നമുക്ക് എടുക്കാമെന്ന് വിശ്വസിക്കുന്നു. അതുവരെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ ഒരു കൺസോൾട്ടേഷൻ പോലെ വന്നേക്കാം. അപ്പം ഇവിടെ വരെ ടാർഗറ്റ് വെക്കാമെന്ന് വെച്ചാൽ ഈ ഒരു ഏരിയ വരെ നമുക്ക് ഓൾമോസ്റ്റ് വെക്കാം. പക്ഷെ നമ്മുടെ റിസ്ക് റിവാർഡ് വെച്ചിട്ട് ഒരു 1:1 അല്ല 1:2 1:1.5 നമ്മുടെ അത് വെച്ചിട്ട് നമ്മൾ എൻട്രി എടുക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ഇവിടെ നിന്നൊക്കെ മേടിച്ചിട്ട് കൈ വെക്കുന്നവരിപ്പം വിറ്റൊഴിവാക്കണോ സെല്ല് ചെയ്യണോ എന്നുള്ള രീതി നോക്കാൻ നേരത്ത് ഹോൾഡ് ചെയ്യാം കുറച്ച് നാൾ. ചിലപ്പോൾ ഇത് ഒറ്റയടിക്ക് തന്നെ ബ്രേക്കായി പോയേക്കും, പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കത് ജസ്റ്റ് വെയിറ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു ചാനലിന് താഴേക്ക് പോവുകയാണെങ്കിൽ മാത്രം, ഈ ഒരു റേഞ്ചിന് താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എപ്പോഴും നമ്മൾ ഒരു കണ്ണ് വെക്കുക നമ്മുടെ ഒരു ഷെയറിലെ. നമുക്കത് ജസ്റ്റ് വെയിറ്റ് ചെയ്ത് കാണാം. ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കൊരു എൻട്രി പോയിൻറ്റ് കുഴപ്പമില്ലാത്തതുണ്ടെന്ന് പ്രതീക്ഷിക്കും. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു വ്യൂ മാത്രമാണ്, എൻ്റെ മാത്രം ഒരു വ്യൂ ആണ് ഈ പറയുന്നത്. പിന്നെ അവരവർ പഠിച്ചിട്ട് ഒരു എൻട്രി എടുക്കുക. അപ്പം കീപ്പ് ചെയ്യുന്നവർക്ക് കീപ്പ് ചെയ്യാം, കുഴപ്പമില്ല. ഈ ഒരു ഏരിയ വലിയ കുഴപ്പമില്ല. ലോങ് ടൈമിൽ അത് ബ്രേക്ക് ആവുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നല്ലൊരു മൂവ്മെൻറ്റ് മണ്ടയ്ക്കോട്ട് തരട്ടെ എന്ന് പ്രതീക്ഷിക്കാം.